ഹലോ വെൽക്കം ബാക്ക് ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്യുന്നതാണ് ഞണ്ട് റോസ്റ്റ് ചെയ്യുമ്പം അകത്ത് മസാല പിടിക്കാനും അതുപോലെ നല്ല ഡാർക്ക് കളറിലൊക്കെ കിട്ടാൻ എന്താ ചെയ്യുകയെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഞണ്ട് റോസ്റ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും, നന്നായിട്ട് അകത്തൊക്കെ മസാല പിടിക്കുകയും ചെയ്യും, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. പലരും പല രീതിയിലായിരിക്കും ഞണ്ട് റോസ്റ്റൊക്കെ ഉണ്ടാക്കുക. ചിലർ ഞണ്ടൊന്ന് പുഴുങ്ങിയെടുത്ത ശേഷമായിരിക്കും റോസ്റ്റ് ചെയ്യുന്നത്, ചിലർ പൊരിച്ചെടുത്ത ശേഷമായിരിക്കും റോസ്റ്റ് ചെയ്യുന്നത്. ഞാനിതാ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഒരു പാത്രത്തിലോട്ട് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത് മൂന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് മാത്രം മതി. അതിലോട്ട് 1 കിലോ ഞണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയത് ചെറിയ കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഞണ്ട് ഇതിലൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. കുറച്ച് മാത്രം മതി കേട്ടോ, മസാല ഒരുപാടൊന്നും വേണ്ട. നമുക്കാ ഞണ്ടിൻ്റെ കളറൊന്ന് മാറി കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. പിന്നെ ഇതുപോലത്തെ റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ല ചൂട് കട്ടിയുള്ള പാത്രം തന്നെ എടുക്കുക. ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഇൻറ്റാലിയത്തിൻ്റെ ഒരു ചട്ടിയാട്ടോ. അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായ ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളക് 2-3 കീറിയതും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഭയങ്കര നല്ലൊരു മണമായിരിക്കും വരുന്നത്. ഈ എണ്ണയിലോട്ടാണ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഞണ്ട് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഞണ്ട് നമ്മൾ ആദ്യം ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഫ്രൈ ആക്കുമെന്ന് പറയുമ്പം ഒരു 1-2 മിനിറ്റ് ഒന്ന് ഈ എണ്ണയിലൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മൾ വല്ലാണ്ട് കുക്ക് ചെയ്തെടുക്കുന്നില്ല. ബാക്കി കുക്കിങ്ങൊക്കെ നമ്മൾ റോസ്റ്റ് ആക്കുമ്പോഴാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഞണ്ടിന് നല്ലൊരു മണമാവും, നല്ല ടേസ്റ്റ് ആവും, അകത്തൊക്കെ നല്ലോണം മസാല പിടിക്കുകയും ചെയ്യും, ഞണ്ടിൻ്റെ കളറൊന്ന് മാറി കിട്ടുകയും ചെയ്യും കേട്ടോ. ഇനി നമ്മൾക്കൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലോട്ട് 1 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടീസ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് എരിവ് ഇഷ്ടമുണ്ടെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞണ്ടിൻ്റെ കളർ നല്ലൊരു ബ്ലാക്ക് കളറിലായിട്ട് കിട്ടും നമുക്ക്. മുളക് പൊടിയും അല്ലെങ്കിൽ കുരുമുളക് പൊടിയും കുറച്ച് അധികം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രസമുള്ള ഒരു കളറിൽ കിട്ടും. അപ്പോൾ ഞാനൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് ഞാനത് കോരി മാറ്റുന്നുണ്ട്. ആ എണ്ണയിലേക്കാണ് നമ്മൾ സവാള ഇട്ടിട്ട് വഴറ്റിയെടുക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ആദ്യം ഞണ്ടൊന്ന് കോരി മാറ്റാം. അതിൻ്റെ കൂടെ കറിവേപ്പിലയും നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്ത സംഭവങ്ങളൊക്കെ അതിൻ്റെ കൂടെ വരും. അപ്പോൾ അതൊക്കെ നമുക്ക് എടുക്കാം. എന്നിട്ട് ആ എണ്ണയിലോട്ട് നമുക്ക് സവാള ഇട്ടിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞണ്ട് നമ്മളിതാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ എണ്ണയിലോട്ട് തന്നെ ഒരു 5 സവാള ഒന്ന് നല്ല കനം കുറച്ചിട്ട് സ്ലൈസ് ചെയ്തത് വേണം ചേർത്ത് കൊടുക്കാൻ. സവോള കനം കുറച്ചിട്ട് തന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം, എന്നാലേ നമുക്ക് ഞണ്ടിൻ്റെ റോസ്റ്റ് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുകയുള്ളൂ. ഇനി സവോള നല്ലോണം വഴണ്ട് വരണം. നമ്മൾ മുട്ട റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പം നല്ലോണം വഴറ്റിയെടുത്തിട്ടല്ലേ നമ്മൾ ബാക്കിയൊക്കെ ചേർത്ത് കൊടുക്കാറുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ സവോള നല്ലോണം വഴണ്ട് വരണം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഞണ്ട് പുഴുങ്ങിയെടുത്തിട്ട് റോസ്റ്റ് ചെയ്യുന്നതും അതുപോലെ നേരെ നമ്മൾ റോസ്റ്റിലോട്ട് ഇട്ട് കൊടുക്കുന്നതും അതുപോലെ ഇങ്ങനെ ചെയ്തിട്ട് ഫ്രൈ ആക്കിയിട്ട് റോസ്റ്റിലോട്ട് ഇട്ട് കൊടുക്കുമ്പോഴൊക്കെ വേറെ വേറെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടേസ്റ്റ് വന്നത് ഇങ്ങനെ നമ്മൾ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് ഞണ്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുമ്പോഴാണ്. നല്ല പെർഫെക്റ്റ് ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതുപോലെ ഞണ്ടിൻ്റെ കളറൊക്കെ നല്ല മാറ്റം ഉണ്ടാവും ഇങ്ങനെ ചെയ്യുമ്പോൾ. പിന്നെ സവോള കുറച്ച് അധികം വേണം കേട്ടോ. ഞാൻ 5 സവോള എടുത്തിട്ടുള്ളൂ. 1 കിലോ ഞണ്ടിലോട്ടൊക്കെ നമുക്ക് ഒരു 6-7 സവോള ഒക്കെ ഉണ്ടെങ്കിൽ നല്ല റോസ്റ്റ് ആവും കേട്ടോ. അപ്പം സവോള നല്ലോണം വഴണ്ട് വന്ന ശേഷം ഞാൻ കുറച്ച് സ്പേസ് ആക്കിയിട്ട് അകത്ത് കുറച്ച് വെളിച്ചെണ്ണ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നടുക്കായിട്ട്. അതിലോട്ട് 1 ടീസ്പൂണും കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് മല്ലിപ്പൊടി, ഇത് മൂന്നും കൂടി ചേർത്തിട്ട് ഈ സവോള നല്ലോണം വഴറ്റിയെടുക്കുന്നുണ്ട്. മസാലപ്പൊടികൾ ഇടുന്നതിന് മുമ്പ് നമ്മൾ സവോള നല്ലോണം സോഫ്റ്റായിട്ട് വന്ന ശേഷം മാത്രമേ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാവൂ. ഇനി ഇതിലോട്ട് ഒരു വലിയ തക്കാളി കനം കുറച്ചിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ തക്കാളി നല്ലോണം ഉടഞ്ഞ് നല്ല സോഫ്റ്റായിട്ട് വന്ന ശേഷം മാത്രമേ നമ്മൾ ബാക്കിയുള്ളതൊക്കെ ചെയ്യാവൂ. അപ്പോൾ നമുക്ക് റോസ്റ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടണം. ഞാനിപ്പോൾ 5 സവോള എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് വന്നപ്പം അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്ത് വന്നപ്പോൾ കണ്ടോ സവോള ഒക്കെ നല്ലോണം കുറഞ്ഞു പോയി. അതുപോലെ നമ്മൾ ഈ ചുവട് കട്ടിയുള്ള പാത്രം എടുക്കുമ്പം അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നല്ലോണം സവോളയും ബാക്കിയുള്ള ചേരുവകളൊക്കെ നല്ലോണം കുക്കായി കിട്ടും. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഏകദേശം വെന്ത ശേഷം കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാലപ്പൊടി ഉണ്ടാകുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ മസാലയ്ക്ക്. ലാസ്റ്റ് ചേർത്താൽ മതി. അപ്പം ആ ഒരു ഫ്ലേവർ ആ ഒരു റോസ്റ്റിൽ അത്യാവശ്യം ലാസ്റ്റ് വരെ നിൽക്കും. ഇനി നമ്മുടെ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഞണ്ട് ചേർത്ത് കൊടുക്കാം.
ഇനി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഞണ്ട് റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം സവോള വേണം, അത് നിർബന്ധമാണ്, എന്നാലേ കുറേ റോസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളെപ്പോഴും ഞണ്ട് കുക്കാക്കി എടുത്തിട്ടില്ല കേട്ടോ, ഒരു 2 മിനിറ്റ് ഫ്രൈ ആക്കി എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ചൂടുവെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ അത്യാവശ്യം നല്ലോണം കുക്കായിട്ടുണ്ട്. അതുപോലെ തന്നെ ഞണ്ടിലൊക്കെ ഇപ്പോൾ നല്ലോണം മസാല പിടിച്ചിട്ടുണ്ടാവും. അപ്പം തുറന്ന് വെച്ചിട്ട് ബാക്കി നമുക്കിത് വറ്റിച്ചെടുക്കണം. ആ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ, അത് അത്യാവശ്യം വറ്റിയിട്ടുണ്ടാവും, എന്നാലും നമ്മളിങ്ങനെ ഡ്രൈ ആക്കി എടുക്കണം. അപ്പോഴാണ് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും കേട്ടോ. ഇപ്പോൾ തന്നെ നല്ലൊരു കളറാണ് വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ കുറച്ച് ഞണ്ടെടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ, കാരണം അധികം എരിവ് ഇവിടെ ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ ശരിക്കും ഇതിൽ നമ്മൾ നല്ലോണം സ്പൈസി ആയിട്ട് ഉണ്ടാക്കിയാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് ഞണ്ടെടുത്തിട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ അതാ മാറ്റി വെച്ചിട്ടുണ്ട്. അത് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കുട്ടികൾക്ക് അത്ര എരിവുള്ള ഇഷ്ടമല്ല. ബാക്കി ഞണ്ടിൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് നല്ല ഡാർക്ക് കളറിൽ ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ അതാ ഇനി ഇതിലോട്ട് നമുക്ക് വേണമെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. മുളക് പൊടി ചേർത്ത് ഒന്നുകൂടെ നല്ല കളറും കിട്ടും, അതുപോലെ നല്ല ഡാർക്ക് കളറിൽ കിട്ടും, എരിവുണ്ടാവും. അപ്പോൾ ഞാൻ കുരുമുളക് പൊടി 1 ടീസ്പൂണോളം വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഇതിൽ റോസ്റ്റ് ചെയ്തെടുക്കണം. നല്ലോണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം ഓരോ ഞണ്ടിലും നല്ലോണം മസാല കോട്ടറായിട്ട് കിട്ടും. ഞാനിപ്പോൾ അത് ഇത്രയും ഡീറ്റെയിലായിട്ട് ഇളക്കുന്നത് വരെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, കുറേ പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നതാണ് ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഞണ്ട് ഇങ്ങനെ വൈറ്റ് കളർ തന്നെ കിടക്കുന്നതിൻ്റെ കാരണം എന്താണെന്നൊക്കെ. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും, ഉറപ്പാണ്. ഈ നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമല്ലോ, അങ്ങനെ മിക്സ് ചെയ്യുമ്പോഴാണ് ഓരോ ഞണ്ടിലും മസാല ഒക്കെ നല്ലോണം കോട്ട് ചെയ്ത് വരുന്നത്. അതുപോലെ ചുവട് കട്ടിയുള്ള പാത്രം തന്നെ എടുക്കുക ഇങ്ങനെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഓരോ ഞണ്ടിലും നല്ലോണം മസാല കോട്ടഡായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടി സവോള ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ റോസ്റ്റ് കുറച്ച് കുറവാണ് ഇതിലോട്ട്. 5 സവോള എടുത്തിട്ടുള്ളൂ 1 കിലോ ഞണ്ടിലോട്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 7 8 സവോള എടുക്കുകയാണെങ്കിൽ കനം കുറച്ച് സ്ലൈസ് ചെയ്തിട്ട് കുറച്ച് കൂടുതൽ റോസ്റ്റും കൂടി ആകുമ്പം നല്ല ഭംഗിയുണ്ടാവും, കാണാൻ നല്ല ടേസ്റ്റ് ആവും കേട്ടോ. എപ്പോഴും ഇതുപോലത്തെ റെസിപ്പീസൊക്കെ ഉണ്ടാക്കുമ്പോൾ സവോള നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം, എന്നാലേ നമ്മൾ വിചാരിച്ചൊരു കളറ് കിട്ടുള്ളൂ. സവോള ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്ത ശേഷം ബാക്കിയെല്ലാം അതും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മൾ വിചാരിച്ച റോസ്റ്റ് ഒന്നും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ പറഞ്ഞ പോലെ തന്നെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും. കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റെസിപ്പി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഫ്രഷ് ആയിട്ടുള്ള ഞണ്ട് കിട്ടിയപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും റിലേറ്റീവ്സുമായിട്ടും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. പുതിയൊരു വീഡിയോയുമായിട്ടോ വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.